എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെയാണ് തയ്യലിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലം ചെന്നപ്പോൾ തയ്യലിന് വളരെ പ്രാധാന്യമൊന്നും സ്കൂളുകളിൽ കാണുന്നില്ല. അപ്പോൾ പല കുട്ടികൾക്കും ഒരു തയ്യൽ പോയാൽ പോലും തിരിച്ച് ചെയ്യാനൊന്നും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. തയ്യൽ ബിസിനസ് എല്ലായിടവും ഉണ്ട്, പക്ഷേ കുട്ടികൾക്കൊന്നും തയ്യലിനെക്കുറിച്ച് അധികം അറിയില്ല. അപ്പോൾ ബേസിക്കായിട്ടുള്ള നമ്മളെ സ്കൂളിൽ പഠിച്ച അതുപോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് ആദ്യത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് തന്നെ നമ്മളൊരു സ്ലീവിൽ, അതായത് ഒരു തുണി കഷ്ണം നമ്മൾ പ്ലീറ്റഡ് സ്ലീവാക്കി എടുക്കാനായിട്ട് ഈ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് എങ്ങനെ പറ്റുമെന്നും ഇവിടെ കാണിക്കുന്നു. അതായത് ഒന്നും അറിഞ്ഞൂടാത്തൊരാളിനും സ്വന്തം ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ട്യൂട്ടോറിയലിൽ കാണിക്കുന്നത്. എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തേത് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്. ബോർഡർ സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. എന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് കുറച്ച് ചരിച്ച് ചെയ്യാൻ പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 2 ലൈനിലായിട്ട് അത് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഈ ലൈനിൻ്റെ സ്ഥാനത്ത് കട്ടിക്ക് കുറച്ച് നൂല് എടുത്തതിന് ശേഷം അതവിടെ തയ്ച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ നൂല് ഒരു സൈഡിൽ നിന്ന് വലിക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്ലീറ്റഡ് സ്ലീവായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യണം എന്നല്ല, പക്ഷേ ഒരു റണ്ണിങ് സ്റ്റിച്ച് മാത്രം അറിഞ്ഞിരുന്നാൽ പോലും നമുക്കതിന് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പോകെ പോകെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാം. എല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെയാണ് തയ്യലിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലം ചെന്നപ്പോൾ തയ്യലിന് വളരെ പ്രാധാന്യമൊന്നും സ്കൂളുകളിൽ കാണുന്നില്ല. അപ്പോൾ പല കുട്ടികൾക്കും ഒരു തയ്യൽ പോയാൽ പോലും തിരിച്ച് ചെയ്യാനൊന്നും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് കുട്ടികൾ പോകുന്നത്. തയ്യൽ ബിസിനസ് എല്ലായിടവും ഉണ്ട്, പക്ഷേ കുട്ടികൾക്കൊന്നും തയ്യലിനെക്കുറിച്ച് അധികം അറിയില്ല. അപ്പോൾ ബേസിക്കായിട്ടുള്ള നമ്മളെ സ്കൂളിൽ പഠിച്ച അതുപോലെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് ആദ്യത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യാനായിട്ട്